ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് എത്താനുള്ള ഏറ്റവും പരിപാവനവും ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള വഴിയാണ് ശ്രീ രാധാദേവിയെ പ്രകീർത്തിക്കുക, രാധാദേവിയെ ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ശ്രീ രാധാകൃഷ്ണ പരിപാവനമായിട്ടുള്ള ബന്ധത്തിനെയും അവരുടെ മഹത്വത്തിനെയും വർണ്ണിക്കുന്ന ഗ്രന്ഥാണ് നാരദ പഞ്ചരാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ നാരദ പഞ്ചരാത്രത്തിലെ 5-ാമത്തെ അധ്യായത്തില് രാധാദേവിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പരിപാവനമായിട്ടുള്ള സ്തോത്രമാണ് രാധാ സഹസ്രനാമ സ്തോത്രം എന്ന് പറയുന്നത്. അപ്പൊ അതില് രാധാദേവിയുടെ ഭക്തിയെയും പ്രേമത്തിനെയും ആ സമർപ്പണത്തിനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ ദിവ്യമായിട്ടുള്ള വളരെ പരിപാവനമായിട്ടുള്ള സ്തോത്രമാണ് ഈ രാധാ സഹസ്രനാമം. അപ്പൊ ഈ രാധാ സഹസ്രനാമം പാർവതി ദേവിക്ക് മഹാദേവനാണ് ഉപദേശിക്കുന്നത്. ഈ രാധാ സഹസ്രനാമം നിത്യമായി ഭജിക്കുന്ന ഒരാൾക്ക് ശ്രീ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും. മാത്രമല്ല, ശ്രീ രാധാദേവിയെ നമ്മളെ സർവ്വ സൗഭാഗ്യദായിനി എന്നാണ് പ്രകീർത്തിക്കുന്നത്. അപ്പൊ ഈ രാധാ സഹസ്രനാമം ജപിക്കുന്ന ഒരാൾക്ക് ആ കുടുംബ സമാധാനവും ഭൗതികപരമായും ആത്മീയപരമായുള്ള ഉയർച്ചയും ദുഃഖ നിവാരണവും ഒക്കെ ലഭിക്കുന്നതാണ്. അങ്ങനെ അനവധി പ്രാധാന്യങ്ങളുള്ള ഒരു സ്തോത്രമാണ് ഈ രാധാ സഹസ്രനാമ സ്തോത്രം. അപ്പോൾ ഈ രാധാ സഹസ്രനാമത്തിന്റെ മഹിമയെയും ഇതിന്റെ പ്രാധാന്യത്തിനെയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വസ്തിക ചേച്ചി കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ രാധാ സഹസ്രനാമം. അപ്പൊ ഇത് ലഭിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഗംഗാ ബുക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഗംഗാ ബുക്സ് ഇതേപോലെയുള്ള രാധാ സഹസ്രനാമവും വേറെ രാധാകൃഷ്ണ മഹിമയെ വർണ്ണിക്കുന്ന ഒരുപാട് കഥാപുസ്തകങ്ങളും കൃഷ്ണ കഥാപുസ്തകങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ലഭിക്കാനായിട്ട് എല്ലാവരും താഴെ കാണുന്ന ഗംഗാ ബുക്സിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവര് നിങ്ങൾക്ക് കൊറിയറായിട്ട് ഇതേപോലെയുള്ള പുസ്തകങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ എല്ലാവരും ഈ രാധാ സഹസ്രനാമം വായിക്കുക, അതിന്റെ മഹാത്മ്യം ഉൾക്കൊള്ളുക. അപ്പൊ എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.